പബ്ലിക് സർവീസിന് വേണ്ടി സീനിയർ ആയാലും ജൂനിയർ ആയാലും പബ്ലിക് ഓഫീസിൽ പോയി ക്യൂ നിൽക്കുന്ന സിറ്റിസൺ, we are going for receiving service. Why not we reverse, at least in corporation, the direction of service? What does it mean? ഞാനൊരു മിസ് കാൾ അടിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ കോർപ്പറേഷനിൽ ക്യൂവിൽ എടുത്തിട്ട് ആൾ എടുക്കുന്നു, എൻ്റെ ആവശ്യം പറയുന്നു, കോർപ്പറേഷൻ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് റെപ്രസെൻറ്റേറ്റീവ് ആള് വരികയോ ആളെ അയക്കുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ റെക്കോർഡ് നോട്ട് ചെയ്യുന്നു, അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു, ഡിജിറ്റലായിട്ടോ ഫിസിക്കലായിട്ടോ സർവീസ് ചെയ്യുന്നു. ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ടെങ്കിലും റിവേഴ്സൽ ഓഫ് ഡയറക്ഷൻ ഓഫ് സർവീസ് ഫ്രം ഓഫീസിൽ പോയി ക്യൂ നിൽക്കുന്ന പോയിട്ട് ലെറ്റ് ദീസ് പീപ്പിൾ ഹു ആർ ഗെറ്റിംഗ് സാലറി കം ടു ഹോം ഓർ സെൻഡ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ടു ദ ഹോം. തിരുവനന്തപുരം പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. കഴിഞ്ഞ ഈ നമ്മുടെ പ്രസാദം പ്രോജക്റ്റിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റോഡ്സും ലൈറ്റ്സും ഒക്കെ അമ്പലത്തിന് ചുറ്റിനും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്താൽ നന്നായിരുന്നു. വരുന്ന ഭക്തർക്ക് തങ്ങാനുള്ള സ്ഥലവും, അതുപോലെ തന്നെ അവിടെ ഇപ്പൊ വന്നാൽ ആൾക്കാർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല, വളരെ കഷ്ടപ്പാടാണ്. പ്രത്യേകിച്ച് ഈ ഹൈ സെക്യൂരിറ്റി സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബാരിക്കേഡിനപ്പുറം വണ്ടി വിടുകയില്ല. അതുപോലെ ഒരുപാട് റൂൾസ് ആണ്. രാത്രി തന്നെ ചില സമയത്ത് ആൾക്കാർക്ക് നടക്കാൻ പോലും ചിലപ്പോൾ പറ്റാതെ ഒരു ഫ്രീ മൂവ്മെന്റ് കുറവാണ്. അപ്പൊ നമുക്ക് ഭക്തരുടെ ഫെസിലിറ്റീസ് എങ്ങനെ നമുക്ക് കൂട്ടാം. 3D മ്യൂസിയത്തിന് പ്രപ്പോസൽ ഉണ്ട്, അതിന് സ്ഥലം എങ്ങനെ കിട്ടുന്നുള്ളതാണ് നമ്മുടെ ചിന്ത. 100% ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം റെഡിയാണ്. ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം ജനങ്ങൾ തന്നാൽ ആദ്യത്തെ 45 days ഇതുപോലെ ഡയലോഗ് വഴി ഞങ്ങൾ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അതിന്റെ ലോഞ്ചിന് വേണ്ടി നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ തിരുവനന്തപുരത്തിൽ വരും എന്ന് ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു. അത് മാത്രമല്ല, ആ വിഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ 100%, അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ 100% പിന്തുണ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരായിട്ട് അദ്ദേഹം തരും എന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഭരണം അവസരം കിട്ടണം. അത് കിട്ടിയാൽ വികസിത തിരുവനന്തപുരത്തിന് വേണ്ടി ഞങ്ങൾ 100% അധ്വാനിക്കും എന്ന് ഞാൻ ഉറപ്പ് ഇന്ന് തരുന്നു.